പീസ് ആൻഡ് ജോയ്. ജയിൽ സഹോദരനും ബർണാദ് സഹോദരനും ഒക്കെ സ്പെയിനിലേക്ക് പോയതുപോലെ തന്നെ നമ്മൾ ഇവിടെ റിയേറ്റി താഴ്വരയിലേക്ക് ഫ്രാൻസിസും സഹോദരങ്ങളും കൂടി പോവുകയാണ്. അവർ രണ്ടുപേരും റിയേറ്റിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ധാർമ്മിക മൂല്യങ്ങളെല്ലാം തകർന്ന ഒരു ജനത്തെയാണ് കണ്ടത്. മതവിശ്വാസം പാടെ അവർ ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെ ഫ്രാൻസിസിൻ്റെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള വാക്കുകൾ ശ്രവിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. അനേകർ മാനസാന്തരപ്പെടുകയാണ്. അതേസമയം വേറെ ചില സ്ഥലങ്ങളിലൊക്കെ അവരുടെ ഉടുപ്പിൽ പിടിച്ച് ചിലർ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നു, ചിലർ കല്ലെറിയുന്നു, ചിലർ ചെളി വാരിയെറിയുന്നു, ചിലർ അവരെ നിങ്ങൾ പാഷണ്ഡ മതക്കാരാണെന്ന് ആരോപണം ഉന്നയിക്കുന്നു. അവിടെയൊക്കെ ഫ്രാൻസിസ് അവരോട് പറയാനായിട്ട് ആഹ്വാനം ചെയ്തതാണ്, ഞങ്ങൾ അസീസിയിൽ നിന്നുള്ള പരിഹാരം ചെയ്യുന്ന പാപികളാണ്, ഞങ്ങൾ വലിയ ആൾക്കാരൊന്നുമല്ല, ഞങ്ങൾ അസീസിയിൽ നിന്നുള്ള നിസ്സാരരായിട്ടുള്ള പരിഹാരം ചെയ്യുന്ന പാപികളാണ്. തന്നെ മറ്റാരും താഴ്ത്തുവാൻ പറ്റാത്ത വിധം താഴ്ന്നവരായിട്ട് ജീവിക്കാനായിട്ട് അസീസിയിലെ ഫ്രാൻസിസ് പരിശ്രമിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഇവരുടെ ജീവിതം കണ്ട് മാനസാന്തരപ്പെടുകയാണ്. റിയേറ്റി താഴ്വരയിൽ അനേകരുടെ ഹൃദയങ്ങൾ മാനസാന്തരത്തിലേക്ക് വന്നപ്പോൾ അവിടുന്ന് 4 പുതിയ സഹോദരങ്ങളെ ഫ്രാൻസിസ്കൻ കൂട്ടായ്മയിലേക്ക് ലഭിക്കുകയാണ്. അവിടെ നിന്നാണ് ആഞ്ചലോ താൻക്രതി എന്ന് പറയുന്ന ഒരു മാടമ്പി, ഒരു നൈറ്റിനെ ലഭിക്കുക. ആ ഒരു പ്രഭു അദ്ദേഹം ഫ്രാൻസിസിനെ സമീപിക്കുമ്പോൾ പറയുന്നുണ്ട്, അങ്ങിപ്പോൾ മഹാരാജാവിൻ്റെ ഉടവാളും അതുപോലെ തന്നെ അംഗവസ്ത്രവും അതുപോലെ പടച്ചട്ടയും കുതിരയും ഒക്കെ ആയിട്ട് ആണ് അങ്ങ് സഞ്ചരിക്കുന്നത്. അങ്ങയെ ഞാൻ ദൈവത്തിൻ്റെ മാടമ്പിയാക്കി മാറ്റാം, ക്രിസ്തുവിൻ്റെ മാടമ്പി. ആ വാക്ക് ശ്രവിച്ചുകൊണ്ട് ആഞ്ചലോ ഫ്രാൻസിസിൻ്റെ കൂടെ ചേരുക. ആഞ്ചലോ വളരെ സൗമ്യനായിട്ടുള്ള വ്യക്തിയായിരുന്നു, വളരെ ശാന്തനായിട്ടുള്ള വ്യക്തി. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് പലപ്പോഴും വചനം പ്രഘോഷിക്കുമ്പോഴോ സഹോദരങ്ങളെ ഉപദേശിക്കുമ്പോഴോ ആഞ്ചലോയെപ്പോലെ സൗമ്യനായിട്ടുള്ള വ്യക്തി, ആഞ്ചലോയുടെ സൗമ്യതയും എളിമയും ഒക്കെ പലപ്പോഴും അദ്ദേഹം പ്രശംസിച്ചിട്ടുണ്ട്, ഒരു ഉപമ പോലെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് വേറെ 3 സഹോദരങ്ങൾ കൂടി ഫ്രാൻസിസിന് ലഭിക്കുകയാണ്. ജോൺ കൊസ്റ്റാൻസോ എന്ന് പറയുന്ന സഹോദരൻ, ബാർബരോ എന്നു പേരുള്ള സഹോദരൻ, ബർണാദ് വിജിലാന്ത് എന്ന് പറയുന്ന സഹോദരൻ. ജോൺ കൊസ്റ്റാൻസോ, ബാർബരോ, ബർണാദ് വിജിലാന്തെ, അതുപോലെ തന്നെ ആഞ്ചലോ താൻക്രതി, ഇങ്ങനെ 4 പേർ കൂടി ഫ്രാൻസിസിൻ്റെ കൂടെ ചേരുകയാണ്. 12 പേരുടെ ഒരു സമൂഹമായിട്ട് അത് മാറുകയാണ്. വീണ്ടും അവിടെ ദൈവത്തിൻ്റെ പരിപാലന അവരനുഭവിക്കുകയാണ്. അതിന് അടുത്ത് തന്നെ 3000-ഓളം അടി ഉയരെ, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ അനേകം ഗുഹകളുള്ള ഒരു മലനിരയുണ്ടായിരുന്നു. അവിടെ ഒരു പഴയ ആശ്രമം ഉണ്ടായിരുന്നു, പോജിയോ ബസ്റ്റാൻ എന്ന് പറയുന്ന ആ ഒരു ഗുഹകൾ നിറഞ്ഞ ഒരു പ്രദേശം. അവിടുത്തെ ഒരു ആശ്രമം അത് ബെനഡിക്റ്റൈൻ ആശ്രമമായിരുന്നു. അത് ആ കാലത്ത് അസീസിലെ ഫ്രാൻസിസിനായിട്ട് അവർ ദാനം ചെയ്യുകയാണ്. നമുക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിൽ ഫ്രാൻസിസ് ഒരു അടുക്കളക്കാരനായിട്ട് ഒരു ബെനഡിക്റ്റൈൻ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ അദ്ദേഹം അവഗണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് ഒത്തിരിയേറെ ഹൃദ്യതയോടുകൂടി അവർ പിന്നീട് ചേർത്ത് നിർത്തുകയാണ്. നമുക്കറിയാം, പല സന്യാസ ഭവനങ്ങളും അവർക്ക് ഉപയോഗമില്ലാതെ വന്നപ്പോൾ അവരത് ഏൽപ്പിക്കുന്ന ഫ്രാൻസിസിനെയാണ്. ഈ പോജിയോ ബസ്റ്റാൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം, അവിടെ വെച്ച് ഫ്രാൻസിസിന് ഒരു വലിയ ദൈവിക അനുഭവം ഉണ്ടാവുക. തുടർന്നുള്ള ജീവിതത്തെ മുഴുവൻ വലിയൊരു കരുത്തിലേക്ക് നയിച്ചത് ഈ അനുഭവമാണ്. ഫ്രാൻസിസ് എപ്പോഴും പഴയ പാപങ്ങൾ ഓർത്ത് വിലപിക്കുന്നവനായിരുന്നു. താൻ ചെയ്തു പോയ പാപത്തിന് പരിഹാരം ചെയ്യാനായിട്ട് ഒരു പരിഹാരം ചെയ്യുന്ന പാപിയായിട്ട് സ്വയം പ്രകടിപ്പിക്കുവാനും അവതരിപ്പിക്കുവാനും ഒക്കെയാണ് ഫ്രാൻസിസ് പരിശ്രമിച്ചത്. എന്നാൽ തൻ്റെ പാപത്തിന് ദൈവം മാപ്പ് തന്നോ എന്നുള്ള ഒരു ചിന്ത ഫ്രാൻസിസിനെ ഒത്തിരിയേറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ വാർത്ത് കരഞ്ഞതെല്ലാം, കർത്താവെ, എൻ്റെ ക്രൂരമായ കഠോരമായ പാപങ്ങൾ, പഴയ പാപങ്ങൾ നീ മറന്നോ? അതിനൊരു ഉറപ്പ് ഫ്രാൻസിസ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് മാലാഹയുടെ രൂപത്തിൽ ഒരു ദൈവിക ഇടപെടൽ ഈശോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. നിന്റെ എല്ലാ പാപങ്ങളും നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, നീ മഞ്ഞ് പോലെ നിർമ്മലനായി തീർന്നിരിക്കുന്നു, മാമോദീസായിലൂടെയൊക്കെ കിട്ടുന്ന പ്രസാദവരം അതിൻ്റെ പൂർണ്ണതയിൽ നിന്നിൽ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ഉറപ്പ് ഫ്രാൻസിസിന് ലഭിക്കുകയാണ്. അത് ഒരു വലിയ കരുത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറുക. അത് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുഴുവനും ഒരു വലിയ സമാധാനത്തിലേക്ക് നയിക്കുന്നു. ആ സമാധാനം ചുറ്റുപാടുകളിലേക്ക് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയാണ്. സമാധാനത്തിൻ്റെ ദൂതനായിട്ട് മാറുക. പാപികളെ, വലിയ അസ്വസ്ഥതയിൽ കഴിയുന്നവരെല്ലാം ക്രിസ്തുവിൻ്റെ ഈ സമാധാനത്തിലേക്ക് ആവേശത്തോടെ ഫ്രാൻസിസ് അന്ന് മുതൽ ചേർത്ത് നിർത്തുകയാണ്. ഫ്രാൻസിസ് സമാധാന ദൂതനെന്ന് വിളിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അനേകം ദാഹങ്ങളുണ്ട്. കർത്താവിൽ നിന്ന് മാത്രം സംതൃപ്തി ലഭിക്കുന്ന, ദൈവത്തിൽ നിന്ന് മാത്രം സമാധാനം കിട്ടുന്ന ഒത്തിരിയേറെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ക്രേവിങ്സ് ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്.
കുറേയൊക്കെ അഷ്വറൻസ്, കുറേയൊക്കെ ഉറപ്പുകൾ നമുക്ക് ആവശ്യമാണ് ദൈവത്തിൽ നിന്ന്. ദൈവത്തിൽ നിന്നുള്ള ഉറപ്പ് മാത്രമേ ഒരു ഉറപ്പായിട്ട് തീരുകയുള്ളൂ. അങ്ങനെ ക്രിസ്തുവിലേക്ക് നോക്കി നമ്മുടെ നിക്ഷേപം പൂർണ്ണമായിട്ട് അവനിൽ കണ്ടെത്തിക്കൊണ്ട് അവൻ നൽകുന്ന സമാധാനം ആർക്കും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റുകയില്ല എന്നുള്ള വചനം ഒരു അഭിഷേകവും അനുഭവവുമായിട്ട് ആഘോഷിക്കാനായിട്ട് നമുക്കും ആഗ്രഹിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.